അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം നടത്തുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ആദ്യം സിപിഎമ്മും പിന്നീട് സിപിഐയും എംഎൽഎമാരെ പിൻവലിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 4-ാം തീയതി മുതൽ 24 വരെ നടക്കുന്ന പരിപാടിയിൽ ടി.വി. രാജേഷ്, കെ.ടി. ജലീൽ എന്നിവരായിരുന്നു സിപിഎമ്മിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കേണ്ടിയിരുന്നത്. ഇവർക്ക് പിന്നാലെ സിപിഐ എംഎൽഎ ഇ.എസ്. ബിജിമോളും യാത്രയിൽ നിന്ന് പിന്മാറി. ഗസയിൽ മനുഷ്യക്കുരുതി തുടരുമ്പോഴും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് തീരുമാനമെന്ന് സിപിഎം വ്യക്തമാക്കി. മൂന്നാം ലോക രാജ്യങ്ങളിൽ അമേരിക്കയുടെ അജണ്ട നടപ്പിലാക്കാനുള്ളതാണ്. അത്തരമൊരു കെണിയിൽ തലവെച്ച് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് സിപിഎമ്മിൻ്റെ നിലപാട്. തീർച്ചയായും ആ നിലപാട് കൂടുതൽ പ്രസക്തമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ പുതിയ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും എംഎൽഎമാർ അവർ പാലസ്തീനോടൊപ്പമാണ് എങ്കിൽ, അമേരിക്കയുടെ ഈ കുറ്റകരമായ മൗനത്തെ അവർ അപലപിക്കുന്നുണ്ട് എങ്കിൽ, ഈ യാത്ര ഉപേക്ഷിച്ച് ഈ ഗാസയ്ക്കൊപ്പം നിൽക്കാൻ, വീവാ ഗാസ എന്ന ലോകമാകെയിരുന്ന മുദ്രാവാക്യത്തോടൊപ്പം നിൽക്കാൻ അവർ തയ്യാറാകണം. അവർ ഈ യാത്ര ഉപേക്ഷിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗസ വിഷയത്തിലെ പ്രതിഷേധ പ്രകടനം എന്ന നിലയിൽ പാർട്ടി തീരുമാനത്തെ അഭിമാനത്തോടെ ഉൾക്കൊള്ളുന്നുവെന്ന് കെ.ടി. ജലീൽ നേരത്തെ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അമേരിക്കൻ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന നിലപാടിൽ തന്നെയാണ് മുസ്ലിം ലീഗ് എംഎൽഎമാർ. പരിശീലനത്തിനായി അമേരിക്കയിലേക്ക് പോകുമെന്ന നിലപാട് ഉറപ്പിച്ചു വ്യക്തമാക്കുന്ന വി.ടി. ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പക്ഷേ വിമർശനങ്ങളെ തുടർന്ന് അപ്രത്യക്ഷമായി. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.